ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് അങ്ങ് തന്നെ സൂചിപ്പിച്ചത് പ്രതിപക്ഷ നേതാവടക്കം ഇക്കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ BJP ബദൽ അയ്യപ്പ സംഗമം അടക്കം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ കോടതി വിധിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായി വീണ്ടും അഭിപ്രായ ഐക്യത്തിന് വേണ്ടി ആരായുമോ, അവരെ കൂടി ക്ഷണിക്കുമോ, പ്രതിപക്ഷ നേതാവിനെ വീണ്ടും കാണുമോ, പ്രതിപക്ഷ നേതാവിനെ അവിടെ പോയി തന്നെ നേരിട്ട് ക്ഷണിക്കുമോ? വേണ്ടി വന്നാൽ ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നതിന് ഞങ്ങൾക്ക് വേറൊരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. കാരണം ഞങ്ങൾക്കിതിൽ ശബരിമലയുടെ വികസനം മാത്രമാണ് ഞങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അതുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിന് വേണ്ടി അഭ്യർത്ഥിക്കുവാനുള്ളത്. ഒരുക്കങ്ങൾ നന്നായി പോകുന്നു. ഇപ്പോൾ തന്നെ ഏതാണ്ട് 5000-ഓളം പേര് നമ്മുടെ വെബ്സൈറ്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് 15-ാം തീയതി വരെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു സ്ക്രൂട്ടനൈസേഷൻ വേണം. പിന്നെ എല്ലാവരെയും വിശിഷ്ട വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും 2 മന്ത്രിമാർ, അവിടുത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കർണാടകത്തിൽ നിന്നും 2 മന്ത്രിമാർ പങ്കെടുക്കുമെന്നത് ഇന്നും നാളെയും കൊണ്ടത് കൺഫേം ചെയ്യാൻ സാധിക്കും. ഡൽഹി ലഫ്റ്റനൻറ്റ് ഗവർണർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ പങ്കെടുപ്പിക്കുവാൻ ദേവസ്വം ബോർഡ് പരിശ്രമിക്കുകയാണ്. അതിനുള്ള പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോടതി പറഞ്ഞൊരു കാര്യം, അവിടെ വളരെ സുതാര്യമായും വേണം ഇത് സംഘടിപ്പിക്കാൻ. അതങ്ങനെ തന്നെ സംഘടിപ്പിക്കും. അവിടുത്തെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും പിന്നെ ഈ അയ്യപ്പ സംഗമം കൊണ്ടുണ്ടാകരുത്. അതെല്ലാം കോടതി എന്താണോ പറഞ്ഞത് അതെല്ലാം തന്നെ പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ ഈ അയ്യപ്പ സംഗമവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും.